ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ നാട്ടിലെ പൂരമാണ്. പരിയാനമ്പറ്റ പൂരം എന്നാണ് പേര്. ഇന്നലെ വലിയാറാട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കോളേജ് ക്ലാസ് ഉച്ചയ്ക്ക് കട്ട് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ലൈക്ക് എക്സാം ആയിരുന്നു, അതിനുപോലും ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. സോ രാവിലെ ആയി, കുളിച്ചു, വിരുന്നേരൊക്കെ വരും. നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ടേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരയും വേലങ്ങളൊക്കെ റോട്ടിൽ കൂടെ പോകുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. സോ ഉച്ചയാകുമ്പോഴത്തേനും ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് എനിക്ക് തോന്നുന്നു വേല കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, അങ്ങോട്ടേക്ക് പോവുക. ഇപ്പോൾ കൊട്ടൊന്നും കേൾക്കുന്നുണ്ടാവില്ല, കാരണം കൊട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ കൊട്ട് തുടങ്ങുള്ളൂ. അപ്പോൾ തറയും പൂതിനും ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് വരും, അങ്ങോട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഞാൻ വീഡിയോ എടുക്കാം, കാണാം. തറയും പൂതിനും നമ്മുടെ ഇവിടുത്തെ പൂരം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിനൊക്കെ ആവും നമ്മുടെ പൂരം പോകുന്നുണ്ടാവുക. വേലയും കാര്യങ്ങളും ഒക്കെ, വേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത് കൂടെ ആവും പോകുന്നുണ്ടാവുക. കണ്ടോ? No. One hour later. സോ ഗൈസ്, ദിസ് ഇസ് മൈ ചൈൽഡ്ഹുഡ് ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് സൂര്യ. ഞങ്ങളുടെ രണ്ടാളുടെ ആഗ്രഹമായിരുന്നു പൂരം കാണണമെന്നുള്ളത്. അത് ഇപ്പോഴത്തെ അല്ല, പണ്ട് മുതൽക്കേ ഉള്ള ആഗ്രഹം. സോ ഫൈനലി നമ്മൾ അത് ഫുൾഫിൽ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു, കാരണം രാത്രിയാണ് കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ മിസ് ഔട്ട് ആവും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചത്. സോ ഞങ്ങൾ എല്ലാവരും കൂടി പരിയാനമ്പറ്റ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് കടന്നു. ഒടുക്കത്തെ തിരക്കായിരുന്നു, അടിപൊളി തിരക്കായിരുന്നു. ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് കയറി വന്നത് അറിയാം. ഒരുപാട് നല്ല ഭംഗിയുള്ള വേഷങ്ങൾ കണ്ടു. ഇതൊക്കെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. എല്ലാവരും എനിക്ക് തോന്നുന്നു പൂരം എന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ കേരളത്തിൽ നിൽക്കുന്ന എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാരണം അടിപൊളിയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൈ മുറുക്കനെ പിടിച്ചിട്ടായിരുന്നു നടന്നിരുന്നത്. കാരണം കൈ വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല പാടാണ് കണ്ടുപിടിക്കാൻ. അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ എൻ്റെ ഏട്ടൻ ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടിയിരുന്നു. സോ അങ്ങനെ നമ്മളവരും കൂടി എൻജോയ് ചെയ്തു. ലൈഫിൽ നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്.
ഗായ്സ് ഞങ്ങളൊരു 9:30 മണിയാകുമ്പോഴത്തേനും തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങി. ഞാനും സൂര്യയും പിന്നെ എൻ്റെ ഏട്ടനും കൂടിയായിരുന്നു തിരിച്ച് വന്നിരുന്നത്. ട്രിപ്പിൾസ് ആയിരുന്നു അടിച്ചിരുന്നു ഗായ്സ്. സോ അത്രയേ ഉള്ളൂ. ദിസ് വാസ് എ മിനി വ്ളോഗ്. ആൻഡ് അവൾ അവളുടെ വീട്ടിലേക്ക് ആക്കിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറണം. സോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കാം കേട്ടോ.